ഹായ്, എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാത്തുക്കുട്ടിച്ചായ. എവർഗ്രീൻ നേഴ്സറിയും ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ ഒരു നല്ല പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നോമ്പിൻ്റെ ഒരു സമയമാണ്. എല്ലാവരും അതിൻ്റെ പിന്നെ പിള്ളേരുടെ പരീക്ഷ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ കാരണം കുറച്ച് ആൾത്തിരക്ക് കുറവുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിലൂടെ ഇന്നൊരു കുഴപ്പമില്ലാതൊരു മഴ കിട്ടി, എല്ലായിടത്തും കിട്ടിയെന്ന് തോന്നുന്നു. അന്തരീക്ഷമൊക്കെ തണുത്ത് ചൂടൊക്കെ ഒന്ന് മാറി, ചെടികൾ നനയ്ക്കേണ്ടി വന്നില്ല. ഇപ്പോൾ അകത്തുള്ള ഇൻഡോർ മാത്രം നനയ്ക്കേണ്ടി വന്നുള്ളൂ, മറ്റൊന്നും നനയ്ക്കേണ്ടി വന്നില്ല. അങ്ങനെ ഞാനിരിക്കുമ്പോഴാണ് ഇന്നത്തെ ഒരു വീഡിയോയെ പറ്റി നമ്മളിങ്ങനെ ആലോചിച്ചത്. അപ്പം നമ്മുടെ നേഴ്സറിൽ ഡെക്കോമ എന്നൊരു ചെടിയുണ്ട്. ഡെക്കോമയുടെ ഇതൊരു മരമാണ്. അത്യാവശ്യം നമ്മൾ വഴിയൊക്കെ പോകുമ്പോൾ മിക്ക വീടുകളുടെ ഫ്രണ്ടിൽ കാണാം നിറച്ച് പൂക്കളും ഇതൊക്കെ ആയിട്ട്. ഇങ്ങനെ ഈ നിറച്ചു പൂവായിരിക്കും വലിയ മരമായി കഴിഞ്ഞാൽ. വലിയ മരമെന്ന് പറയത്തില്ല, എന്നാലും ഒരു പേര, ചാമ്പ ആ സ്റ്റൈലിലുള്ള മരമാണ്. മരവും നല്ല ചില്ലകളുമായിട്ട് നിറച്ച് മഞ്ഞപ്പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു ഡെക്കോമയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താ പേരെന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പം നമ്മുടെ നേഴ്സറിൽ ഇത് ധാരാളമായിട്ടുണ്ട്, ഡെക്കോമയുണ്ട്. ഇത് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ മഞ്ഞപ്പൂ ഏത് മരത്തിൻ്റെയാണ്? കണിക്കൊന്ന, ഇപ്പോൾ അടുത്ത മാസം തൊട്ട് കണിക്കൊന്ന എല്ലായിടത്തും പൂക്കുന്ന സമയമാണ്. അതുപോലെ ഈ ഡെക്കോമയും കണിക്കൊന്ന പോലെ തന്നെ പൂത്ത്, കണിക്കൊന്നയുടെ ഞാന്നാണെങ്കിൽ ഇത് കൊലയായിട്ട് കിടക്കുന്ന ഒരു പൂവാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മുടെ എവർഗ്രീൻ നേഴ്സറിൽ ധാരാളമുണ്ട്. നല്ല തൈയാണ്. അപ്പം നിങ്ങൾക്ക് ഡെക്കോമ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ എവർഗ്രീൻ നേഴ്സറിയായിട്ട് ബന്ധപ്പെടുക. ഒരെണ്ണം വെക്കുന്നത് നല്ലതാണ്. സ്ഥലമൊക്കെ ഉള്ളവർക്ക് മുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു തണലും അതോടുകൂടി ആ പൂക്കടെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക.